ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഹെയർ ബോ ചെയ്ത് നോക്കാം. മുല്ലമുട്ട് വെച്ചുള്ള ഒരു നല്ല അടിപൊളി ഹെയർ ബോ. അതിനാവശ്യമായ സാധനങ്ങൾ: 0.3 mm ഒരു വയർ വേണം. പിന്നെ ഒരു കട്ടർ വേണം, പ്ലെയർ വേണം, മുല്ലമുട്ടുകൾ വേണം, പിന്നെ ടേപ്പ് വേണം. മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ബോ വേണം. ഒരു മെറ്റൽ ബോ തന്നെ, അത് സാറ്റൻ റിബൺ വെച്ച് കവർ ചെയ്ത ഒരു ബോയോ. പച്ച കളറിലുള്ള ബോ ആണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കനോടൊന്ന് പ്രസ് ചെയ്യണേ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ എടുത്ത വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാനും പറ്റുകയുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് 3 ഇഞ്ച് വിട്ടിട്ട് വേണം. 2 സൈഡും 3 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം 2 മുല്ലമുട്ട് വെക്കുന്നു. അതിൽ വയറുണ്ട്, ഗ്ലിറ്റർ വയറുണ്ട്. നമ്മൾ ടൈ ചെയ്യുന്നു. ഇത് കാണിച്ചിരിക്കുന്ന 2 സൈഡിലോട്ടും ആദ്യം 2 മുല്ലമുട്ട് വെക്കുന്നു. നന്നായിട്ട് ടൈ ചെയ്യണം. ടൈ ചെയ്തതിന് ശേഷം ഈ ഗോൾഡൻ കളറിലുള്ള അത് വെക്കുന്നു. പിന്നെയും ടൈ ചെയ്യുന്നു. അടുപ്പിച്ചടുപ്പിച്ച് വേണം, അകത്തരുത് ഒരിക്കലും. അകത്തെ വൃത്തികേടായിരിക്കും. അതുകൊണ്ട് അടുപ്പിച്ച് തന്നെ ഇരുപത്താറ് മുല്ലമുട്ടോളം മതിയാവും ഇതിന് വേണ്ടിയിട്ട് ടോട്ടൽ. നമ്മളിങ്ങനെ അടുപ്പിച്ചത് വേറെ ചുറ്റി വേണം. ഗിയർ വയർ നന്നായിട്ട് ടൈ ചെയ്ത്, എന്നാൽ മുല്ലമുട്ടിൻ്റെ ഈ മുട്ടിൻ്റെ ഇവിടെ മുറിഞ്ഞും പോകരുത്. ആ രീതിയിൽ വേണം ടൈ ചെയ്യാൻ. നമുക്കൊരു ഗ്ലൂടെ അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. റൂട്ട് ഇളകി പോകത്തില്ല. ഗ്ലൂ പക്ഷേ ഒന്ന് ഉണങ്ങി വരാൻ ഇത്തിരി സമയം എടുക്കും. അഡൻസി ഗ്ലൂ ആണ് 7000-ൻ്റെ. പോളൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കണേ. 2 മുല്ലമുട്ട് വെച്ച് ചെയ്തതിന് ശേഷം അതിനടുത്ത് ഗോൾഡൻ കളറിന് ഞാൻ വെച്ചിരിക്കുന്ന ഗോൾഡൻ കളറാണ്. വേറെ ഒരുപാട് കളറുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പോളന് അതിന് നീണ്ട കമ്പിയുണ്ട്. ആ കമ്പി അതിൽ തന്നെ ചുറ്റി വെച്ചാൽ മതി. അത് കട്ട് ചെയ്തൊന്നും കളയണ്ട. ഞാൻ കട്ട് ചെയ്ത് കളയാറില്ല, കാരണം അത് നീളത്തിരിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. രണ്ടോ മൂന്നോ തവണ ചുറ്റുക. അങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ അത് ഊരിപ്പോകത്തില്ല.
അല്ലെങ്കിൽ ഊരിപ്പോവും. കാരണം മുല്ലമൂട്ടിൻ്റെ ഞെടുപ്പിനധികം നീളമില്ലാത്തത് കൊണ്ട്. പല കളറിലുള്ള ഗ്രീൻ കളറിലുള്ളതായ വയറും കിട്ടും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ സിൽവർ കളറേ ഉള്ളൂ, സിൽവറും ഗോൾഡേ ഉള്ളൂ. ഞാൻ പക്ഷേ സിൽവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിത് മേടിച്ചതാണ് ഈ ബോയ്. സാറ്റൻ ചുറ്റിയ ബോ തന്നെയാണ് മേടിച്ചത്. അപ്പം അവർ ചുറ്റിയിരിക്കുന്നതിൽ അതിൻ്റെ എഡ്ജ് ചിലപ്പോൾ ഇങ്ങനെ ഊരി വരും. അപ്പം നമ്മളിവിടെ ഇച്ചിരി അഡൻസീവ് ഗം എടുത്ത് വയർ തീർന്ന് വീണ്ടും വയർ കട്ട് ചെയ്യുക, വീണ്ടും ചേർക്കുക. ആ ഗമ്മ് തേക്കുമ്പോൾ അത് ഇച്ചിരി ടൈം എടുക്കും ഒട്ടി വരുവാനായിട്ട്. ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോവുകയില്ല. നല്ല ഗമ്മാണ്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യണം. കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കണേ, അത് തന്നെ ഒട്ടിക്കോളും. കൈ കൊണ്ട് പിടിച്ചാൽ, കൈ കൊണ്ട് ടച്ച് ചെയ്താൽ നമ്മുടെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിയും. കയ്യിന് പിന്നെ അത് ഇളകി വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ മുല്ലമുട്ട് വെച്ച് കൊടുക്കുന്നു, വയർ വെച്ച് ടൈ ചെയ്യുന്നു. വേറെ അന്നേരം എൻ്റെ തീർന്നു വേനയുടെ ആവശ്യം. നമ്മൾ ചുറ്റുന്നതനുസരിച്ച് കൂടുതൽ ചുറ്റുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ളത് പുതിയ ചുറ്റി എടുത്താലും കുഴപ്പമില്ല. വയറിന് നീളം കുറയുമ്പോൾ നമ്മൾ വേറെ കട്ട് ചെയ്തിട്ട് ചുറ്റിയാലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഇത്ര വയറ് ടൈ ചെയ്താൽ അത് അവിടെ തന്നെ ഇരുന്നുള്ളൂ, ഉരിയൊന്നും പോകത്തൊന്നുമില്ല. പ്ലാസ്റ്റിക് വയറിൻ്റെ കൂട്ടല്ല, ഗിയർ വയർ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഉറച്ചിരുന്നോളൂ. അപ്പം നമ്മളതങ്ങനെ ചെയ്യുമ്പോഴാണ്. ഈ ചാനൽ കാണുന്ന പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കണെ എനേബിൾ ചെയ്യുകയും ചെയ്യണേ. എന്നാൽ ഞാനിടുന്ന വീണ്ടും വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. വാച്ച് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ.
അത് അത്രയും നീറ്റായിട്ട് നമ്മളത് ചെയ്തു. ഇനി അതിൻ്റെ അടിവശം ഇങ്ങനെ കമ്പി ഇങ്ങനെ വ്യക്തമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ ആ പച്ച കളറിലുള്ള ആ ടേപ്പ് എടുക്കുമ്പോൾ അതിന് നമുക്ക് കൈ വെക്കുമ്പോൾ ഗമ്മില്ലെന്ന് തോന്നും. പക്ഷേ അതൊന്ന് ചൂടായി നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ടൈ ചെയ്ത് വലിച്ച് മുറുക്കി കഴിയുമ്പോൾ തന്നെ അതിനകത്തൊരു പശയുണ്ട്, അതിങ്ങനെ ഓട്ടോമാറ്റിക് തന്നെ അത് ഒട്ടിപ്പിടിച്ചോളും. ഇതിൻ്റെയൊക്കെ അടിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ഗമ്മ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതവിടെ കറക്റ്റായിട്ട് ഇളകാതെ അവിടെ തന്നെ ഇരുന്നോളും. ഞാൻ ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഇത് കൊച്ചു കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതായതുകൊണ്ട് അവരത് നുള്ളി പറിച്ച് ഇളക്കി കളയാനൊക്കെ സാധ്യതകളുണ്ട്. തലയിൽ വെച്ച് അവരെപ്പോഴും അവിടെ വെച്ചുകൊണ്ടിരിക്കുകയല്ലോ. നമ്മളിവിടെ ഇങ്ങനെ അതിൻ്റെ അകഭാഗത്തെ കമ്പി കാണുന്ന വയറിങ്ങനെ ചുറ്റിയിരിക്കുന്നതെല്ലാം കാണാം നമുക്ക്. കാരണം പച്ചയിലായിരുന്നു, പച്ച കളർ തന്നെ വയറായിരുന്നെങ്കിൽ കാണത്തില്ലായിരുന്നു. എന്നാൽ ഇത് സിൽവർ കളറായതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് കാണാം. അതുകൊണ്ട് നമ്മളിവിടെ ഗമ്മ് തേച്ച് കൊടുക്കുന്നു. ഗമ്മ് തേച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ ഗമ്മ് ഇച്ചിരി ടൈം എടുക്കും ഒന്ന് ഉണങ്ങി ഒന്ന് ഒട്ടി വരാനായിട്ട്. നമ്മൾ തേക്കുന്ന ഉടനെ ഒന്നും അത് ഒട്ടിയൊന്നും വരികയില്ല, ഇച്ചിരി സമയം എടുക്കുമേ. അതെ, ഗമ്മ് കയ്യിലൊക്കെ വീഴുന്നതും ഇതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളതാണ്. കെമിക്കലാണ് ഇത് മുഴുവൻ. കുഞ്ഞുങ്ങളൊന്നും തൊടാത്ത എടുത്ത് വേണം ഇത് സൂക്ഷിച്ച് വെക്കുവാൻ. നമ്മൾ ചുറ്റി ടേപ്പ് ചെറുതായിട്ട് അതിൻ്റെ അടിവശത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഗമ്മ് തേച്ചെടുത്തോട്ട് കൊടുക്കുകയാണ്. ഇതേ പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടേ. അപ്പം പറ്റുന്നവർ അതോടൊന്ന് കയറി കാണണേ. നമ്മൾ ആവശ്യത്തിന് അവിടെ ഒട്ടിക്കാനുള്ളതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം. നമുക്ക് ലാസ്റ്റ് വന്നിട്ട് അവിടെയും ചുറ്റണം. ചുറ്റി വെച്ചില്ല അങ്ങ് അത് ഒരു പക്ഷേ ഇളകിപ്പോയാൽ, അതുകൊണ്ട് നമ്മൾ അവിടെ കൂടെ ചുറ്റുമായിരിക്കും, അതാണ് ബെറ്റർ. ഇതൊരു ഓണ സീസണിലൊക്കെ നല്ല ചിലവുള്ളൊരു സാധനമാണ്. ഓണത്തിനും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. തലയിൽ മുല്ലപ്പൂ ചൂടുന്ന പോലെ തന്നെ ഇരിക്കും. എന്നിട്ടാൽ അത് കളയുകയും വേണ്ട, പിന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. പുതിയ ചാനലായതുകൊണ്ടാണ് എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യണം. പറ്റുമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ.